PR ശ്രീജേഷിന് എയർപോർട്ടിൽ സ്വീകരണം നൽകി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ PR ശ്രീജേഷിനെ PV ശ്രീനിജൻ, അൻവർ സാദത്ത് MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ആരാധകരും ചേർന്ന് വരവേറ്റു. ഉറപ്പായിട്ടും വരുന്ന തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കാര്യം പ്രഷർ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 365 ദിവസം കളിക്കുന്ന ഗെയിം ഒന്നാണ്. നമ്മൾ ഏത് ടൂർണമെൻറ്റ് പോകുമ്പോഴും കളിക്കുന്നത് സെയിം ഹോക്കിയാണ്. പക്ഷേ ഒളിമ്പിക്സോ വേൾഡ് കപ്പോ ഏഷ്യൻ ഗെയിംസോ വരുമ്പോൾ മാത്രം അതിൻ്റെ കൂടുതലൊരു പ്രഷർ വരുന്നുണ്ട്. ആ പ്രഷർ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് നമ്മുടെ പല കുട്ടികൾക്ക് പറഞ്ഞുകൂടാ. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഒത്തിരി മേളിലേക്ക് പോകുമ്പോൾ നമ്മൾ പരാജയപ്പെടാനുള്ള ഒരു കാരണം. അപ്പോൾ ഉറപ്പായിട്ടും അവർക്ക് ആദ്യം പറഞ്ഞു കൊടുക്കേണ്ട കാര്യം അതാണ്. പിന്നെ രണ്ടാമതുള്ളത് ബേസിക്സ്. നമ്മൾ ബേസിക്സ് കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് മാച്ചസ് ജയിക്കാൻ പറ്റും. ഇതാണല്ലോ ജനറേഷന്, യങ് ജനറേഷനെ മോട്ടിവേറ്റ് ചെയ്യുന്നൊരു കാര്യങ്ങൾ. ഒരു ഹോക്കി പ്ലെയറിന് ഇതുപോലൊരു ആദരവ് കിട്ടുക എന്നുള്ളത്, അതാണ് മറ്റുള്ളവരെ ഹോക്കി എടുക്കാനും അല്ലെങ്കിൽ ഹോക്കിയിലേക്ക് കൊണ്ടുവരിക്കാൻ സഹായിക്കുന്നൊരു ഘടകം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഇന്നത്തെ കാലഘട്ടം മൊത്തം സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ എന്താ പറയുന്നത് അഡ്വാൻസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ കുട്ടികളെല്ലാം ഞാൻ പണ്ട് എന്താ പറയുന്നത് ചെയ്തിരുന്നു എന്ന് പറയുന്നതിനേക്കാളും ഇന്ന് എനിക്ക് എന്തുണ്ട് എന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പം ഒരു മെഡൽ കൊണ്ട് വരിക എന്നുള്ളതാണ് അവരെ ഇൻസ്പയർ ചെയ്യാനുള്ള ഏറ്റവും വലിയ കാരണം. ഒളിമ്പിക്സിൽ ഇന്ത്യൻ ടീം അതെ, ഗോൾഡ് മേടിക്കുക. അല്ല, ശരിക്കും എനിക്ക് തോന്നുന്നുണ്ട്, ഞാൻ ആദ്യമൊക്കെ ഹോക്കി കളിക്കാൻ പോകുമ്പോൾ ഹോക്കി കേരളത്തിൻ്റെ ഒരു ഗെയിം അല്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. പക്ഷേ കേരളത്തിലേക്ക് വന്നിട്ടുള്ള 3 ഒളിമ്പിക്സ് മെഡലും ഹോക്കിയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ബേസിക് സൗകര്യങ്ങൾ നമുക്ക് എന്തായാലും കേരളത്തിൽ വേണം. അപ്പം ചീഫ് മിനിസ്റ്ററിനെ കാണുമ്പോഴും അല്ലെങ്കിൽ സ്പോർട്സ് മിനിസ്റ്ററിനെ കാണുമ്പോഴും എൻ്റെ ആദ്യത്തെ റിക്വസ്റ്റ് തന്നെയായിരിക്കും, നമുക്ക് കേരളത്തിൽ പറ്റുമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഡിസ്ട്രിക്റ്റിൽ ഒരു ഹോക്കി ടർഫെങ്കിലും വേണം. അത് പറ്റിയില്ലെങ്കിൽ 2 ഡിസ്ട്രിക്റ്റിന് വെച്ചെങ്കിലും ഒരു ആസ്ട്രോ ടർഫ് പണിയണം. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്നാൽ മാത്രമാണ് കുട്ടികൾക്ക് കളിക്കാൻ ഗ്രൗണ്ട് ഇല്ലെങ്കിൽ ഒരിക്കലും കുട്ടികൾ മുകളിലേക്ക് പൊങ്ങി വരികയില്ല. അപ്പം അതിനുള്ള ബേസിക് സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇനിയും വരുന്ന തലമുറയ്ക്ക്. കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ, കേരള ഹോക്കി അസോസിയേഷൻ, കേരള സ്പോർട്സ് കൗൺസിൽ എന്നിവരും വിമാനത്താവളത്തിൽ സ്വീകരണമൊരുക്കി. വിമാനത്താവളത്തിൽ നിന്നും തുറന്ന ജീപ്പിലാണ് ശ്രീജേഷിനെ പുറത്തേക്ക് ആനയിച്ചത്. റോഡ് നീളെ സ്വീകരണം ഏറ്റുവാങ്ങിയായിരുന്നു യാത്ര. ജന്മനാടിൻ്റെ സ്വീകരണത്തിലും ആദരവിലും ഏറെ സന്തോഷമുണ്ടെന്നും തനിക്ക് കിട്ടുന്ന അംഗീകാരം വളർന്നുവരുന്ന യുവതാരങ്ങൾക്ക് പ്രചോദനമാകുമെന്നും ശ്രീജേഷ് പറഞ്ഞു. കേരളത്തിൽ ഹോക്കിയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാകണം. ഓരോ ജില്ലയിലും ഒരു ഹോക്കി ടർഫെങ്കിലും വേണം. മുഖ്യമന്ത്രിയെ കാണുമ്പോൾ ഇത് ആവശ്യപ്പെടുമെന്നും ശ്രീജേഷ് പറഞ്ഞു. തൽക്കാലം 2 മാസം വീട്ടുകാരോടൊപ്പം നിൽക്കാനാണ് തീരുമാനം. സമ്മർദ്ദങ്ങൾ എങ്ങനെ നേരിടാമെന്ന് പുതുതലമുറ പഠിക്കണമെന്നും കോച്ചാകാൻ ഒരുപാട് തയ്യാറെടുപ്പുകൾ വേണമെന്നും ശ്രീജേഷ് പറഞ്ഞു. ഹോക്കിക്ക് വേണ്ടി കേരളത്തിൽ വളർച്ചയുണ്ടാക്കാൻ ഇടപെടൽ നടത്തുമെന്നും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ ഇതിനായി കാണുമെന്നും ശ്രീജേഷ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ആലുവ.